ഇവിടെ ഒരുത്തൻ ഒരു പെണ്ണിനെ കൊന്ന് അവളുടെ തലമുടിയെല്ലാം കട്ട് ചെയ്യാണ്. അതിനുശേഷം അവളുടെ ശരീരത്തിൽ ചില കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഒരു തുണിയെടുത്ത് അത് കവർ ചെയ്യാണ്. കുറച്ച് സമയത്തിന് ശേഷം അവളുടെ ശരീരത്തിലുള്ള കൊഴുപ്പെല്ലാം എടുത്ത് പലതരത്തിലുള്ള പ്രോസസ് ഒക്കെ ചെയ്ത് ഒരു പെർഫ്യൂം നിർമ്മിക്കുകയാണ്. അത് സ്മെല്ല് ചെയ്ത ഉടനെ ഇവന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. കാരണം ഇവന് ചെറുപ്പം മുതലേ സ്മെല്ലിംഗ് പവർ മറ്റുള്ളവരെക്കാളും അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെർഫ്യൂം ഷോപ്പിൽ ജോലി ചെയ്ത് ഇവൻ സ്വന്തമായി ഒരു പെർഫ്യൂം നിർമ്മിക്കുകയാണ്. ബട്ട് അതിലൊന്നും ഇവൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരു ദിവസം ആ നാട്ടിലെ രാജകുമാരി അതുവഴി കടന്നു പോവായിരുന്നു. സോ അവളുടെ ശരീരത്തിലുള്ള സ്മെല്ല് കൊണ്ട് തന്നെ ഇവന് മതി മറന്നു പോവാണ്. ടോട്ടൽ ഇവൻ 13 പെർഫ്യൂം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ 12 പെണ്ണുങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് അവരെയൊക്കെ കൊന്ന് അവരുടെ ശരീരത്തിലെ കൊഴുപ്പെല്ലാം എടുത്ത് 12 പെർഫ്യൂം നിർമ്മിച്ച ഉടനെ അവസാനത്തെ പെർഫ്യൂമിനായി ആ നാട്ടിലെ രാജകുമാരിയെ കൊന്ന് 13ാമത്തെ പെർഫ്യൂം ഇവൻ നിർമ്മിക്കുകയാണ്. അങ്ങനെ ആ 13 പെർഫ്യൂം മിക്സ് ആക്കി ഒരു അമൂല്യമായ പെർഫ്യൂം ഇവൻ നിർമ്മിക്കുകയാണ്. എന്നാൽ എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് ഇവനാണെന്ന് മനസ്സിലാക്കിയ അവിടുത്തെ രാജാവ് ഇവനെ തൂക്കുകയറി വിധിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഇവന്റെ കയ്യിലുള്ള പെർഫ്യൂം എടുത്ത് അവന്റെ മേലെ തടവാണ്. അത് സ്മെല്ല് ചെയ്ത രാജാവും ആ നാട്ടുകാരും സ്വയം അവരെ തന്നെ മറക്കാണ്. സോ ഈ സമയം നോക്കി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു.